ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 12-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും കുറച്ച് റേഷൻ അറിയിപ്പുകളുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യം നമ്മൾ മുമ്പൊന്ന് പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതായത് റേഷൻ കാർഡ് പുതുക്കൽ 5 വർഷം കൂടുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡ് പുതുക്കൽ എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ ഒരു പദ്ധതി ഇപ്പോൾ സർക്കാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു പദ്ധതി ഇനി വേണ്ട എന്നുള്ളതാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് പ്രകാരം ഇനി കൂട്ടത്തോടെയുള്ള റേഷൻ കാർഡ് പുതുക്കൽ ഉണ്ടാകുകയില്ല. ഇനി എപ്പോൾ വേണമെങ്കിലും റേഷൻ കാർഡ് നിങ്ങൾക്ക് പുതുക്കാവുന്നതാണ്. 3 രൂപത്തിലാണ് റേഷൻ കാർഡ് പുതുക്കാൻ കഴിയുക. റേഷൻ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഡ്രോപ്പ് ബോക്സ് വഴിയും, അക്ഷയ ലോഗിൻ വഴി, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും, citizen.civilsupplieskerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ജനങ്ങൾക്ക് സ്വന്തമായി ലോഗിൻ ചെയ്തും അതുപോലെ തന്നെ അക്ഷയ സേവാ കേന്ദ്രങ്ങളിലൂടെയും പുതുക്കാവുന്നതാണ്. റേഷൻ കാർഡ് പുതുക്കുന്നതിന് പ്രത്യേക ഫീസ് ഇല്ല. പക്ഷേ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സേവാ കേന്ദ്രങ്ങളിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു സേവന ഫീസ് നൽകേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ മാത്രമേ ഇനി റേഷൻ കാർഡ് പുതുക്കാൻ കഴിയുകയുള്ളൂ. മുമ്പൊക്കെ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകി പുതുക്കാമായിരുന്നു. ഇനി അതും കഴിയില്ല. ഓൺലൈനായിട്ട് മാത്രമേ ഇനി റേഷൻ കാർഡ് പുതുക്കാൻ കഴിയുകയുള്ളൂ. ഇനി ഓഫ്ലൈനായിട്ട് പുതുക്കണമെങ്കിൽ റേഷൻ കടയിൽ സ്ഥാപിച്ചിട്ടുള്ള ബോക്സ് വഴിയും നമുക്ക് പുതുക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ അപേക്ഷകളും നിങ്ങളുടെ രേഖകളുമൊക്കെ ഇട്ടിട്ട് റേഷൻ കാർഡ് പുതുക്കാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട കാര്യം, നമ്മുടെ റേഷൻ കടയിൽ ഇപ്പോൾ തെളിമ പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 15-ാം തീയതി വരെയാണ് അതിൻ്റെ സമയപരിധി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി 4 ദിവസം മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. തെളിമ പദ്ധതിയിലൂടെ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ LPG ഇലക്ട്രിസിറ്റി കണക്ഷനുകൾ പുതുതായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനും മരണപ്പെട്ടവരുടെ ഒഴിവാക്കാനും ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ റേഷൻ കട വഴി ഇപ്പോൾ സ്ഥാപിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ റേഷൻ കടക്കാരെക്കുറിച്ചും റേഷൻ കടയിലെ സെയിൽസ്മാൻമാരെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ, അത് നിങ്ങൾക്ക് കുറ്റം പറയൽ മാത്രമല്ല, നല്ല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയിടാം. അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും പരാതികൾ റേഷൻ സംവിധാനത്തെ കുറിച്ചിട്ടുണ്ടെങ്കിൽ, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു തെളിമ ബോക്സിൽ എഴുതി നിക്ഷേപിക്കാവുന്നതാണ്. തെളിമ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, വിലാസം, ഉടമസ്ഥനുമായുള്ള ബന്ധം, ജോലി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരുത്താൻ കഴിയും. പക്ഷേ റേഷൻ കാർഡിൻ്റെ തരം മാറ്റൽ, അതായത് BPL നിന്ന് APL നിന്ന് BPLയിലേക്ക് മാറ്റൽ, നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണം സംബന്ധിച്ചിട്ടുള്ള വിവരം മാറ്റൽ, വാഹനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മാറ്റൽ, അതുപോലെ തന്നെ നിങ്ങൾ വാഹനം മുമ്പ് ഉപയോഗിച്ചിരുന്നത് റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വാഹനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കൽ, അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ചേർക്കൽ, ഇതൊന്നും തെളിമ ബോക്സിലൂടെ സാധിക്കുകയില്ല. അതുപോലെ തന്നെ വരുമാനത്തെക്കുറിച്ച് മാറ്റം വരുത്താനും ഈ തെളിമ ബോക്സിലൂടെ സാധിക്കുകയില്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ പേര് ആധാറുമായി ലിങ്ക് ചെയ്യണം എന്നുള്ളത് കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ടും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകളുടേത്. അതുകൊണ്ട് തന്നെ ലിങ്ക് ചെയ്യാത്ത ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ അത് ലിങ്ക് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്തെങ്കിലും കാരണവശാൽ, അതായത് രോഗങ്ങൾ കൊണ്ടോ പ്രവാസം മൂലമോ ഈ ഒരു ആധാറുമായി ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആധാർ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ കാര്യം നിങ്ങൾ സിവിൽ സപ്ലൈസ് ഓഫീസിൽ ബോധ്യപ്പെടുത്തി അവിടെ നിന്നും സിവിൽ സപ്ലൈസ് ഓഫീസറോ സിറ്റി റേഷനിങ് ഇൻസ്പെക്ടറോ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഈ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. ആ ഒരു കാര്യം കൂടി ഇതോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമുക്ക് ഈ മാസം മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള അരി വിഹിതം ഡിസംബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് പുതുതായി അടുത്ത ഘട്ടമായിട്ട് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിതരണമാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നവംബർ വരെയായിരുന്നു മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് അത് വീണ്ടും അധികരിപ്പിച്ച് നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി ഇല്ല. അത് വളരെയധികം കഷ്ടത്തിലാണ്. ഈ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ അരി ഉണ്ടല്ലോ, ഈ സൗജന്യമായിട്ട് ലഭിക്കുന്ന സ്പെഷ്യൽ അരിയും ഗോതമ്പും, ഇതൊക്കെ കഴിഞ്ഞ മാസം
ഏകദേശം 15 ലക്ഷത്തോളം ആളുകൾ മൊത്തത്തിൽ റേഷൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. 8% റേഷൻ കാർഡ് ഉടമകൾ റേഷൻ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ ഈ സൗജന്യ അരി പോലും വാങ്ങിയിട്ടില്ല എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്ക് നവംബർ മാസത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ BPL കാർഡ് വേണ്ട എങ്കിൽ നിങ്ങളത് ഒഴിവാക്കുക. നിങ്ങൾ അർഹതപ്പെട്ടിട്ടുള്ള പല ആളുകളും വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ പോലും ഈ ഒരു BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് ഉൾപ്പെടാൻ അവകാശമുണ്ടായിട്ട് പോലും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും 53% കൂടുതൽ BPL കാർഡ് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തിനും നിശ്ചിത അളവിൽ മാത്രമേ BPL ലിസ്റ്റ് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് അർഹതപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അരി വാങ്ങാതെ വെറുതെ അത് ലാപ്സായി കളയുന്ന ആളുകൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നുള്ളത് വളരെ വേദനയോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് മണ്ണെണ്ണ 3 മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിസംബർ മാസത്തിൽ അധിക മണ്ണെണ്ണ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ മണ്ണെണ്ണ ചോദിച്ച് വാങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ റേഷൻ കാർഡുള്ള ഉടമകൾക്കും അധികമായിട്ട് കൂടുതൽ മണ്ണെണ്ണ അനുവദിക്കുന്നതിന് സപ്ലൈസ് കമ്മീഷണർക്ക് ഭക്ഷ്യമന്ത്രി GR അനിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ലഭിച്ച മണ്ണെണ്ണയ്ക്ക് പുറമെ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്ററും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1/2 ലിറ്ററും ലഭിക്കാനാണ് സാധ്യത. അതിൻ്റെ ഉറപ്പ് വന്നിട്ടില്ല. അപ്പോൾ അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം. PG ഡോക്ടർമാർ നടത്തി വന്നിരുന്ന സമരം കടുപ്പിച്ചു. കോവിഡ് ഡ്യൂട്ടി ഒഴികെയുള്ള മറ്റു ചികിത്സയിൽ നിന്നും അവർ ഒഴിഞ്ഞു നിൽക്കും. നിലവിൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും പ്രധാന ചികിത്സ നടത്തുന്നത് PG ഡോക്ടർമാരാണ്. മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും അടക്കം നിലവിൽ നൽകി വന്നിരുന്ന 53 വിഭാഗങ്ങൾക്കുള്ള യാത്രാ ഇളവുകൾ ഇനി നൽകാനാവില്ലെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു. കേരയിൽ പദ്ധതിയുടെ സർവേ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. വിവിധ ജില്ലകളിൽ 100-ലേറെ പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരിപ്പൂർ ഉൾപ്പെടെ 22 വിമാനത്താവളങ്ങൾ 3 വർഷത്തിനകം വിൽക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹ്റൈനിലെ കാത്തലിക് ദേവാലയം വിശ്വാസികൾക്ക് സമർപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമാണ് അവർ ലേഡി ഓഫ് അറേബ്യ. 2021 ഹയർ സെക്കൻഡറി ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷ ജനുവരി 31 മുതൽ ഫെബ്രുവരി 4 വരെ നടക്കും. പിഴ കൂടാതെ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഡിസംബർ 15 ആണ്. ഡിസംബർ 17 വരെ 20 രൂപ പിഴയോടുകൂടി ഫീസ് അടക്കാം. ഡിസംബർ 20 ശേഷം 600 രൂപ പിഴ ഈടാക്കും. അപേക്ഷാ ഫോമുകൾക്ക് ഹയർ സെക്കൻഡറി പോർട്ടലായ ഹയർ സെക്കൻഡറി പോർട്ടലിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ലഭ്യമാണ്. www.dhsekerala.gov.in എന്ന വെബ്സൈറ്റിലാണ് ലഭ്യമാവുക. രാജ്യത്ത് LPG ഉപഭോക്താക്കൾക്കുള്ള സബ്സിഡി തുകകൾ കേന്ദ്ര സർക്കാർ നൽകി തുടങ്ങി എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പല ആളുകളിലേക്കും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിത്തുടങ്ങി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. പക്ഷേ പല ആളുകൾക്കും പല തരത്തിലാണ് തുക ലഭിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് 100 രൂപക്ക് താഴെയും ചില ആളുകൾക്ക് 150 രൂപക്ക് മുകളിലൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. വിശദമായ വിവരങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. സപ്ലൈകോയും ഇന്ത്യൻ ഗ്യാസുമായി സഹകരിച്ച് ഇന്ത്യൻ ഗ്യാസിൻ്റെ ചെറിയ സിലിണ്ടറായ ചോട്ടുവിൻ്റെ വിതരണം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ 10 ജില്ലകളിൽ ആരംഭിച്ചു. എറണാകുളം, കോട്ടയം, കോഴിക്കോട്, വയനാട്, കാസർഗോഡ്, കൊല്ലം, തൃശ്ശൂർ, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ സിലിണ്ടർ ആധാർ കാർഡ് ഉപയോഗിച്ച് ഒരു സിലിണ്ടർ നമ്മൾ വാങ്ങണം. 1430 രൂപ അതിന് നൽകേണ്ടി വരും. പിന്നീടുള്ള ഓരോ റീഫില്ലിങ്ങിനും 400 രൂപ നൽകിയാൽ മതി. ഇത് ലഭിക്കാൻ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയും പീപ്പിൾ ബസാറുകളിലൂടെയും സാധിക്കുന്നതാണ്. ഈ പദ്ധതി വൈകാതെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനാണ് പദ്ധതി. തകഴി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. H5N1 വിഭാഗത്തിൽപ്പെട്ട വൈറസുകളാണ് രോഗം പരത്തുന്നത് എന്നുള്ളതാണ് കണ്ടെത്തൽ. നിലവിൽ 10 പഞ്ചായത്തിലും ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയും സമാനമായ സ്ഥിതി ഉണ്ട് എങ്കിലും സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. തകഴി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ആളുകൾക്ക് പോലും പുറത്തിറങ്ങുന്നതിനും പ്രവേശിക്കുന്നതിനും നിയന്ത്രണം ഉണ്ട്. രോഗം പടരുന്നത് വായുവിലൂടെയാണ്. മറ്റു ഇടങ്ങളിലേക്ക് താറാവുകളെ കൊണ്ടുപോകുന്നതിനും കാട, കോഴി, താറാവ് എന്നിവയുടെ വിൽപ്പനക്കും നിയന്ത്രണങ്ങളുണ്ട്.
മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും കൃത്യമായ മുൻകരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ 25,000-ഓളം താറാവുകളെ കൊന്ന് സംസ്കരിക്കുകയും അത്രത്തോളം താറാവുകൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 500,000-ഓളം താറാവുകളെയാണ് ഇങ്ങനെ കൊല്ലുകയോ ചാവുകയോ ചെയ്തിട്ടുള്ളത്. 2 മാസം പ്രായമുള്ള താറാവുകൾക്ക് 200 രൂപയും അതിൽ താഴെയുള്ള താറാവുകൾക്ക് 100 രൂപയും നഷ്ടപരിഹാരം നൽകുമെന്ന് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിലും ക്രിസ്മസ് വിപണി പ്രതീക്ഷിച്ച് താറാവുകളെ ഇറക്കിയ കർഷകർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. കുട്ടനാട്ടിൽ ഇപ്പോൾ പുഞ്ചകൃഷി നടക്കുന്ന സമയമാണ്. ഇതിനു മുമ്പ് താറാവുകളെ ഇടയ്ക്ക് കീടങ്ങളെ കൊത്തിയെടുപ്പിക്കുന്ന പതിവുണ്ട്. ഈ സാഹചര്യത്തിൽ പല പാടങ്ങളിലും താറാവ് കൂട്ടങ്ങൾ നിലനിൽക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ താറാവുകൾ ഉള്ള സ്ഥലത്ത് തന്നെ അവിടെ സ്ഥിതി ചെയ്യണം എന്നാണ്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ പാടില്ല എന്നാണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ പുഞ്ചകൃഷി വിതയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. പ്രദേശങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ പാലിക്കേണ്ട ചില മുൻകരുതലുകളാണ് പറയുന്നത്. അതിതീവ്ര പകർച്ചവ്യാധിയായി പക്ഷികളെ സാധാരണഗതിയിൽ ബാധിക്കുന്ന വൈറൽ രോഗം വളരെ അപൂർവമായി ചില പ്രത്യേക അനുകൂല സാഹചര്യങ്ങളിൽ മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചത്തതോ രോഗബാധിതോ ആയ പക്ഷികളുമായോ ദേശാടന പക്ഷികളുമായോ പക്ഷികളുടെ വിസർജ്യമോ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക. പക്ഷികളുടെ മുട്ട പകുതി വേവിച്ച് കഴിക്കരുത്. ഉദാഹരണത്തിന് ബുൾസൈ പോലെ ആക്കി കഴിക്കാതെ ഇരിക്കുക. പകുതി വേവിച്ച മാംസം കഴിക്കരുത്. പിങ്ക് നിറം ഉണ്ടാകുന്ന രീതിയിൽ വേവിച്ച് കഴിക്കരുത്. രോഗബാധയേറ്റ പ്രദേശത്തു നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷികളെ വാങ്ങുകയോ വിൽക്കുകയോ അരുത്. അനാവശ്യമായി മൂക്കിലും കണ്ണിലും വായിലും സ്പർശിക്കുന്നത് ഒഴിവാക്കുക. അഭ്യൂഹങ്ങൾ പരത്താതെ ഇരിക്കുക. ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള കാര്യം, കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലും മാത്രമാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ജില്ലകളിലൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. അവിടെയുള്ള കോഴി, കാട, താറാവ് കച്ചവടക്കാരുടെ അന്നം കൂടി മുട്ടിക്കുന്ന രൂപത്തിലുള്ള അഭ്യൂഹങ്ങൾ പരത്തരുത് എന്നുള്ളത് ദയവായി അപേക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.